ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് മുൻപ് നമ്മൾ കണ്ടത്. ബ്രഹ്മാവ് സ്തുതിച്ചതിന് ശേഷം ഭഗവാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നത്? ഇപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങേക്ക് എല്ലാം അറിയാവുന്നതാണല്ലോ, എങ്കിലും കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് രാവണൻ തുടങ്ങിയ ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ കാര്യമൊക്കെ പറഞ്ഞു. യാഗങ്ങളൊന്നും നടക്കുന്നില്ല, ദേവന്മാർക്ക് വേണ്ടതൊന്നും നടക്കുന്നില്ല, ഭൂമിദേവിക്ക് വലിയ സങ്കടമാണ്. അപ്പോൾ അങ്ങയുടെ തന്നെ പത്നിയാണ് ഭൂമിദേവി. അപ്പോൾ ഭൂമിദേവിയുടെ സങ്കടം തീർക്കേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്തമാണ്. സജ്ജനങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, ഞാൻ അവതരിക്കാം ഈ ദുഷ്ടന്മാരെയൊക്കെ ഇല്ലാതെ കണ്ടാക്കാൻ. ഞാൻ അയോധ്യയിലെ ദശരഥൻ്റെ മകനായിട്ട് ജനിക്കും. പണ്ട് കശ്യപ പ്രജാപതി എന്നെ തപസ് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ദശരഥനായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അതിഥി ഇപ്പോൾ കൗസല്യയായിട്ട് വരുന്നുണ്ട്. അവരുടെ മകനായിട്ട് ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് 3 സഹോദരന്മാരുണ്ടാവും. എൻ്റെ ശക്തി ആ ദേവി തന്നെ മിഥിലയിലെ ജനകൻ്റെ മകളായി ജനിക്കും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നിങ്ങളുടെ ഈ സങ്കടത്തെ തീർക്കുന്നു. ഇങ്ങനെ ബ്രഹ്മാവിനോട് പറഞ്ഞു. ദേവന്മാരുടെ സഹായം കൂടി എന്നെ കൂടെ വേണം എന്ന് ഭഗവാൻ പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷനായി. ബ്രഹ്മാവ് ഭഗവാന്റെ നിർദ്ദേശങ്ങളൊക്കെ ദേവന്മാരോട് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാനെ പരിചരിക്കാനായിട്ട് നിങ്ങൾ ഭൂമിയിൽ ജനിക്കണം. ആ രാവണനോടും രാവണന്റെ കൂടെയുള്ള രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് അത്രയും കരുത്തുള്ള കുരങ്ങന്മാരായിട്ട് നിങ്ങൾ മാറണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ദേവന്മാർക്ക് സന്തോഷം ഉണ്ടാകുന്ന വിധത്തിൽ ബ്രഹ്മാവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദേവന്മാർ അതുപോലെ അവതരിക്കാനായിട്ട് കുരങ്ങന്മാരായിട്ട് മാറാനായിട്ട് ഉള്ള ഒരുക്കൊക്കെ ചെയ്തു. അവർ അങ്ങനെ കാട്ടിലും ഗുഹകളിലും വൃക്ഷങ്ങളിലും ഒക്കെ വലിയ വലിയ ശരീരത്തോട് കൂടിയിട്ട് ആ ഭഗവാന്റെ അവതാരവും കാത്ത് അവരങ്ങനെ ഇരുന്നു. ഈ സമയത്ത് അയോധ്യാധിപനായ ദശരഥ രാജാവ്, അദ്ദേഹത്തിന് വളരെ പ്രായമായി, മക്കളൊന്നും ഇല്ല. അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ട്, കൗസല്യ, സുമിത്ര, കൈകേയി. മക്കളൊന്നും ഇല്ലാതെ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്തു ചെയ്യും മക്കളുണ്ടാവാൻ എന്ന് പറഞ്ഞപ്പോൾ കുലഗുരുവായ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അങ്ങേക്ക് മക്കൾ 4 പേരുണ്ടാവും. അങ്ങ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വിഭാണ്ഡകന്റെ മകനായ ഋഷ്യശൃംഖനെ വിളിച്ചു വരുത്തിയിട്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്യണം എന്ന്. അങ്ങനെ വസിഷ്ഠ മഹർഷിയെ പറഞ്ഞനുസരിച്ചിട്ട് ഇദ്ദേഹം സരയൂ നദീ തീരത്തിലെ അശ്വമേധ യാഗം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് പുത്രകാമേഷ്ടി യാഗം, മക്കളുണ്ടാവാനുള്ള യാഗം കൂടി നടത്തി. ആ യാഗത്തിൻ്റെ പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ അവസാന സമയത്ത് ആ യാഗശാലയിൽ ആ ഹോമകുണ്ഡത്തിൽ നിന്ന് അഗ്നിദേവൻ ഒരു പാത്രം പായസവുമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് അങ്ങേക്കുള്ളതാണ്, അങ്ങ് ഈ പായസത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പ്രസാദമായിട്ട് കൊടുത്തു. ആ ദശരഥൻ ആ പായസം സ്വീകരിച്ചു. അതിൽ ഒരു ഭാഗം, ആ പായസത്തിൻ്റെ പകുതി കൗസല്യക്ക് കൊടുത്തു. അധ്യാത്മരാമായണ പ്രകാരം അങ്ങനെയാണ്. പകുതി കൗസല്യക്ക് കൊടുത്തു. പിന്നെ അതിൻ്റെ പകുതിയായിട്ടുള്ളത് കൈകേയിക്ക് കൊടുത്തു. അപ്പോൾ 3ാമത്തെ ഭാര്യയായിട്ടുള്ള സുമിത്രയ്ക്ക് കൗസല്യ തനിക്ക് കിട്ടിയതിൻ്റെ പകുതി കൊടുത്തു, കൈകേയി തനിക്ക് കിട്ടിയതിൻ്റെ പകുതി കൊടുത്തു. അപ്പോൾ അങ്ങനെ 3 ഭാര്യമാർക്കും ആ പ്രസാദം കിട്ടി. വാൽമീകി രാമായണത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. എങ്കിലും 3 പേർക്കും ഒരുപോലെ ആ പ്രസാദം കിട്ടിയ ഒരു പായസമായിരുന്നു അത്. 3 പേരും അത് കഴിച്ചു. രാജാവിൽ നിന്ന് സ്വീകരിച്ചു, ഗർഭത്തെ സ്വീകരിച്ച് 3 പേരും ഗർഭവതികളായി. അങ്ങനെ അപ്പോൾ തന്നെ രാജാവിന് വലിയ സന്തോഷമായി, പ്രജകൾക്ക് സന്തോഷമായി, എല്ലാവർക്കും. കാരണം രാജാവിന് തുടർച്ചയായിട്ട് അടുത്ത രാജ്യഭരണം നടത്താനായിട്ട് മക്കളുണ്ടാവാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. അങ്ങനെ അവർ ആ ഗർഭകാലം ഇങ്ങനെ വേണ്ട വിധത്തിൽ ആയിത്തീർന്നു.
ഗർഭകാലത്തുള്ള സീമന്തം, പുംസവനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു, ദാനങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഭഗവാൻ ദശരഥന്റെ മകനായിട്ട് അവതരിക്കുന്ന ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ ഭാഗത്തെ കാണാം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാർവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥൻ ഉദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയും. പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദര ചികുരവും അളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബരവതി ശോഭിത ജഗനവും ശംഖുചക്രാബ്ജഗദാ ശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരങ്ങളും മുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവതനവും പണ്ടുലോകങ്ങളെല്ലാം വളർന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. ഭഗവാന്റെ അവതാര ഭാഗമാണ് നമ്മൾ കണ്ടത്. ഗർഭം വേണ്ട വിധത്തിലെ പൂർണ്ണമായി 4 കുട്ടികൾ ജനിച്ചു. അർഭകന്മാർ 4 പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. 5 ഗ്രഹങ്ങൾ അവയുടെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ ആ കൗസല്യയുടെ മകനായിട്ട് ജനിക്കുന്നത്. നക്ഷത്രം പുനർവസു, ഏതാ നാള്? പുണർദം നാളാണ്. നവമിയല്ലോ തിഥി, തിഥി നവമിയാണ്, 9ാമത്തെ ദിവസം. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി, നക്ഷത്രാധിപൻ ചന്ദ്രൻ, ചന്ദ്രനോടുകൂടെ ബൃഹസ്പതി വ്യാഴം. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ, കർക്കിടകം രാശിയിൽ അത്യുച്ചസ്ഥിതനായിട്ടാണ്. അർക്കനും അത്യുച്ചസ്ഥൻ, സൂര്യനും ആ ഉച്ചസ്ഥാനത്തിലാണ്. ഉദയം കർക്കടകം, ഉദയം ലഗ്നം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ. അർക്കജൻ സൂര്യന്റെ മകൻ ശനി തുലാത്തിലെ, ഭാർഗവൻ ശുക്രൻ മീനത്തിലെ, വക്രൻ ചൊവ്വ ഉച്ചസ്ഥനായിട്ട് മകരം രാശി തന്നിൽ. ഇങ്ങനെ ഒരു അപൂർവമായ ഗ്രഹനിലയിലാണ് ഭഗവാന്റെ അവതാരം. നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. അങ്ങനെ എല്ലാം ഈ പറഞ്ഞ വിധത്തിൽ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ അവതരിച്ചു. ഭഗവാന്റെ അവതാരം വസന്ത നവരാത്രി കാലത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനം മേടം മാസത്തിലാണ്. മീനമാസത്തോട് കൂട്ടി വരും, വസന്ത നവരാത്രി എന്ന് പറയും. അപ്പോഴാണ്, അത് കർക്കിടക മാസത്തില. ചില ആൾക്കാർ ഇതിൽ കർക്കിടകം എഴുതിയതുകൊണ്ട് തെറ്റിദ്ധരിച്ച് കർക്കിടക മാസത്തിലാന്ന് പറയും. അങ്ങനെയല്ല, ഭഗവാന്റെ അവതാരം വസന്ത നവരാത്രിക്കാലം. വസന്ത നവരാത്രിക്കാലത്ത് 9ാമത്തെ തീയതി നവമി തിഥിയിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. നക്ഷത്രം ഇവിടെയൊക്കെ ഈ ഗ്രഹനില എന്നൊക്കെ വളരെ അപൂർവമായ ഗ്രഹനിലയാണ്. ഇതാണ് ഭഗവാന്റെ ജീവിതത്തെ ഇങ്ങനെ നിർണയിച്ചത് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. എന്തായാലും ഭഗവാന്റെ അവതാരം വന്നു. ഭഗവാൻ അവതരിച്ചപ്പോൾ ദേവകൾക്കൊക്കെ വലിയ സന്തോഷമായി, ദിക്കുകളൊക്കെ പ്രസന്നമായി. പിറ്റേ ദിവസം കൈകേയി പ്രസവിച്ചു. പുഷ്യ നക്ഷത്രം, പൂയം നക്ഷത്രത്തിൽ, പുണർദം പൂയം. അതിൻ്റെ പിന്നത്തെ ദിവസം
സുമിത്ര പ്രസവിച്ചു. പെറ്റിത് പുത്രദ്വയം, 2 മക്കളെ. അത് ആയില്യം. സാക്ഷാൽ ആദിശേഷൻ തന്നെയാണ്, അനന്തൻ തന്നെയാണ് ലക്ഷ്മണനായത്. നാഗങ്ങളുടെ നാളാണല്ലോ ആയില്യം. അങ്ങനെ ഭഗവാൻ ശ്രീരാമനായിട്ട്, ശംഖ് ഭരതനായിട്ട്, അനന്തമൂർത്തി ലക്ഷ്മണനായിട്ട്, ചക്രം സുദർശന ചക്രം ശത്രുഘ്നനായിട്ട്, ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ പേരൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ 3 ദിവസം കൊണ്ട് 4 മക്കൾ ജനിച്ചു. ഇങ്ങനെ ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ എന്താ പറയാ, ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണ, പരമാത്മാവായിട്ടുള്ള മുകുന്ദനായിട്ടുള്ള നാരായണനായിട്ടുള്ള ഭഗവാൻ, ജഗതീശ്വരൻ, ജഗത്തിന്റെ ഈശ്വരനായിട്ടുള്ള ഭഗവാൻ, ജന്മരഹിതം, ജന്മനില്ലാത്ത ആളാ ഭഗവാൻ, പത്മേക്ഷണൻ, താമരക്കണനായിട്ടുള്ള ഭഗവാൻ, ഭുവനേശ്വരൻ, ഈ ലോകത്തിന് വേണ്ടി ഈശ്വരനായിട്ടുള്ള ഭഗവാൻ, വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും, ആ വിഷ്ണുവിന്റെ ചിഹ്നം ശംഖുചക്രഗദാപത്മങ്ങളോട് കൂടിയിട്ട്, ശ്രീവത്സം, കൗസ്തുഭം തുടങ്ങിയതായ അടയാളങ്ങളോടെ കൂടിയിട്ട് അവതരിച്ച സമയത്ത് കൗസല്യക്ക് ആ ഭാവത്തെ കാണാൻ സാധിച്ചു. ഭഗവാന്റെ സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം, ആയിരക്കണക്കിന് സൂര്യന്മാര്, സഹസ്രകിരണം എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നർത്ഥം, അങ്ങനെയുള്ള ആയിരക്കണക്കിന് സൂര്യൻ ഒരുമിച്ച് ഉദിച്ചു വരുന്നത് പോലെയാണ് തോന്നിയത്. സഹസ്ര പത്രോത്ഭവ നാരദ സനകാദി സഹസ്ര നേത്രമുഖ വിഭുതേന്ദ്രന്മാരാണ്. സഹസ്രപത്രോത്ഭവൻ ബ്രഹ്മാവ്, നാരദൻ, സനകാദി മഹർഷിമാര്, സഹസ്രനേത്രമുഖൻ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരൊക്കെ വന്ധ്യമായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്ദിക്കുന്നതായ ഭഗവാൻ നിർമ്മലമായ മകുടം കിരീടം, സുന്ദര ചിഗുരം, അളക സുഷമയി മനോഹരമായ മുടി, നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന മുടിയിഴകള്, മനോഹരമായുള്ള ഭഗവാന്റെ രൂപം, കാരുണ്യാമൃത രസസമ്പൂർണ്ണ നയനവും, കാരുണ്യം ഒഴിഞ്ഞൊഴുകുന്നതായ നിറഞ്ഞു നിൽക്കുന്നതായ കണ്ണുകൾ, ആരുണ്യാംബര പരിശോഭിത ജഗനവും, നല്ല മഞ്ഞപ്പട്ടും ധരിച്ച്, ശംഖ് ചക്ര ആബ്ജഗത ശോഭിത ഭുജങ്ങളും, ശംഖ് ചക്രം താമര ഗത തുടങ്ങിയതായ 4 തൃക്കൈകൾ, ശംഖസന്നിഭകള രാജിത കൗസ്തുഭവും, ശംഖിനോട് തുല്യമായിട്ടുള്ള കഴുത്തിലുള്ള കൗസ്തുഭരത്നം, ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിയുവാനായി, ഭക്തന്മാർക്കുള്ള തൻ്റെ വാത്സല്യം അറിയാനായിട്ട് വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും, ഭഗവാന്റെ മാറില് ശ്രീവത്സം എന്ന മറുക്, കുണ്ടലമുക്താഹാര കാഞ്ചി നോപുരങ്ങളും, കുണ്ടലങ്ങളുണ്ട്, മുത്തുമാലകളുണ്ട്, അരഞ്ഞാണമുണ്ട്, കാൽത്തളകളുണ്ട്, മുഖമണ്ഡലങ്ങളും മറ്റ് അലങ്കാരങ്ങളൊക്കെ ആയിട്ട്, ഇന്ദുമണ്ഡലവദനവും, ചന്ദ്രനെ പോലെ മനോഹരമായിട്ടുള്ള മുഖവും, പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും, പണ്ട് ലോകം മുഴുവൻ അളന്നെടുത്തു ഭഗവാൻ. ആ വാമനമൂർത്തിയായി വന്ന് ത്രിവിക്രമനായി ലോകം മുഴുവൻ അളന്നെടുത്തു. അങ്ങനെയുള്ള പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്വം, ഇവയൊക്കെ കണ്ട് വലിയ പരമാനന്ദം ഉണ്ടായി. കാരണം ഭഗവാനല്ലേ നേരിട്ട് കാണുന്നത്. മോക്ഷധനായ ജഗത് സാക്ഷിയാം പരമാത്മാ, മോക്ഷത്തെ നൽകുന്നതായ ജഗത്തിന് മുഴുവൻ സാക്ഷിയായ പരമാത്മാ, സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് തൻ്റെ മകനായി വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൽ, ആ സുന്ദരമായ രൂപത്തോടുകൂടിയ കൗസല്യാദേവി ഭഗവാനെ വന്ദിച്ച് വീണ്ടും വീണ്ടും സ്തുതിക്കാൻ തുടങ്ങി.